നമസ്കാരം. UDF-നെ പ്രതിരോധത്തിലാക്കിയ മുസ്ലിം ലീഗ് നേതാക്കളുടെ തുറന്നു പറച്ചിലിന് പിന്നാലെ മുനമ്പം വിഷയത്തിൽ പരസ്യ പ്രസ്താവന വിലക്കി മുസ്ലിം ലീഗ് നേതൃത്വം. KM ഷാജിക്ക് പിന്നാലെ ET മുഹമ്മദ് ബഷീറും മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്ന വാദവുമായി രംഗത്ത് വന്നതോടെയാണ് ലീഗിന്റെ വിലക്ക്. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ പാണക്കാട് തങ്ങൾ ഇടപെട്ടത് ചൂണ്ടിക്കാട്ടി KM ഷാജി തന്റെ വാദം ആവർത്തിക്കുകയും ET മുഹമ്മദ് ബഷീർ അത് ഏറ്റുപിടിക്കുകയും ചെയ്തു. ഇതോടെയാണ് ലീഗ് നേതൃത്വം ആദ്യം ഈ നേതാക്കൾ പറഞ്ഞത് കാര്യമാക്കേണ്ടതില്ലെന്നും പിന്നീട് പരസ്യ പ്രസ്താവനകൾ വിലക്കുന്നതായും അറിയിച്ചത്. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ മുസ്ലിം ലീഗ് മുൻകൈയെടുത്ത് നടപ്പിലാക്കുന്ന സമവായ നീക്കത്തെ അട്ടിമറിക്കുന്നതാണ് ലീഗിലെ ഒരു വിഭാഗം നേതാക്കളുടെ നിലപാടെന്ന് VD സതീശനടക്കം സൂചിപ്പിച്ചതോടെയാണ് പാണക്കാട് തങ്ങളുടെ അന്ത്യശാസനം. ET മുഹമ്മദ് ബഷീർ, KM ഷാജി, MK മുനീർ, KPA മജീദ് തുടങ്ങിയ നേതാക്കളാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ വാദത്തിന് വിരുദ്ധമായ നിലപാടെടുത്തത്. ഇത് കാസ പോലുള്ള സംഘടനകളും BJPയും ആയുധമാക്കിയിരുന്നു. ഇത് വർഗീയ ചേരിതിരിവുണ്ടാക്കുന്ന നീക്കമാണെന്ന് UDF നേതാക്കൾ ലീഗ് നേതൃത്വത്തെ അറിയിച്ചു. ഇതോടെയാണ് സമുദായ സൗഹൃദമാണ് ലീഗിന്റെ ലക്ഷ്യമെന്നും മറ്റുള്ള പ്രസ്താവനകൾ അവഗണിക്കുകയാണെന്നും പാണക്കാട് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചത്. മുനമ്പം വിഷയം രമ്യമായി പരിഹരിക്കണമെന്നാണ് മുസ്ലിം ലീഗിന്റെ നിലപാടെന്നും പാണക്കാട് സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. വിഷയം പരിഹരിക്കുന്നതിനായി സർക്കാർ വേഗത കൂട്ടണമെന്നും ലീഗ് നേതൃത്വം ആവശ്യപ്പെട്ടു. മുസ്ലിം ലീഗ് വിരുദ്ധ വിഭാഗം വിട്ടു നിന്നതോടെ സമസ്ത സമവായ ചർച്ച ഇന്ന് പൂർത്തിയാകാതെ പിരിഞ്ഞു. രണ്ട് വിഭാഗത്തെയും പങ്കെടുപ്പിച്ച് ചർച്ച തുടരുമെന്ന് സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അറിയിച്ചു. സമസ്തയിൽ രണ്ട് വിഭാഗങ്ങളില്ലെന്നും സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ചിലർ അസൗകര്യം അറിയിച്ചതിനാൽ ഇന്നത്തെ സമവായ ചർച്ച മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നങ്ങളും സംസ്ഥയിലില്ല. മുസ്ലിം ലീഗ് സമസ്തയും തമ്മിൽ പണ്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാറുണ്ട്. നേതൃത്വം ഇടപെട്ട് അത് പരിഹരിക്കാറുമുണ്ട്. നടപടിയെടുക്കുകയല്ല, എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കലാണ് നിലപാടെന്നും ജിഫ്രി തങ്ങൾ പറഞ്ഞു. മലപ്പുറത്ത് വെച്ച് നടന്ന ലീഗ് സമസ്ത സമവായ ചർച്ചയ്ക്ക് ശേഷം നേതാക്കൾ സംയുക്തമായി മാധ്യമങ്ങളെ കാണുന്നതിനിടയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ലീഗ് വിരുദ്ധ വിഭാഗം പങ്കെടുക്കാതെയാണ് ചർച്ച അവസാനിച്ചത്. ലീഗ് വിരുദ്ധ വിഭാഗത്തിന്റെ അസാന്നിധ്യത്തെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ചിലർ വരാൻ സാധിക്കില്ലെന്ന് അസൗകര്യം അറിയിച്ചെന്നായിരുന്നു ജിഫ്രി തങ്ങളുടെ മറുപടി. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ സ്വാഭാവികമാണ്. പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുക എന്നത് എല്ലാവരുടെയും ആഗ്രഹമാണ്. പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളൊന്നും ഇപ്പോഴില്ല. ആരുടെയെങ്കിലും പേരിൽ നടപടിയെടുക്കാൻ വേണ്ടിയുള്ളതല്ല ചർച്ച. സമസ്തയിൽ ഭിന്നതയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സമസ്ത ജോയിന്റ് സെക്രട്ടറി ഉമർ ഫൈസി മുക്കത്തിനെതിരെ നടപടി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകാൻ ജിഫ്രി തങ്ങൾ തയ്യാറായില്ല. മുനമ്പം വിഷയം സമസ്ത പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സമസ്തയിലെ ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കം തീർക്കാൻ അനുരഞ്ജന നീക്കത്തിനുള്ള മുസ്ലിം ലീഗ് നീക്കത്തിന് തിരിച്ചടിയാണ് ഇന്ന് ചേർന്ന ചർച്ചയിൽ നിന്ന് ലീഗ് വിരുദ്ധ വിഭാഗം പിന്മാറിയത്. ഹമീദ് ഫൈസി അമ്പലക്കടവ് നേതൃത്വം നൽകുന്ന വിഭാഗമാണ് ചർച്ചയിൽ നിന്ന് പിൻവാങ്ങിയത്. 11-ന് നടക്കുന്ന സമസ്ത മുഷാവറയ്ക്ക് ശേഷം മതി രാഷ്ട്രീയ നേതൃത്വവുമായുള്ള ചർച്ച എന്നാണ് ഇവരുടെ വാദം. ലീഗ് അനുകൂല വിഭാഗത്തിൽ നിന്ന് അബ്ദുസമദ് പൂക്കോട്ടൂർ, നാസർ ഫൈസി കൂടത്തായി തുടങ്ങിയവരാണ് യോഗത്തിൽ പങ്കെടുത്തത്. ചർച്ചയിൽ ഇരു വിഭാഗങ്ങളിൽ നിന്നും 10 പേരെ വീതം പങ്കെടുപ്പിക്കാമെന്നായിരുന്നു നിർദ്ദേശം. സമസ്തയിൽ കുറച്ചു വർഷമായി തുടരുന്ന അസ്വാരസ്യങ്ങൾ കൂടുതൽ മറനീക്കിയത് സാദിഖ് അലി തങ്ങളുടെ കാസി സ്ഥാനത്തെ ഉമർ ഫൈസി മുക്കം ചോദ്യം ചെയ്തതോടെയാണ്. ഉമർ ഫൈസിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഒരു വിഭാഗം രംഗത്ത് വന്നു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സുപ്രഭാതം പത്രത്തിൽ വന്ന LDF പരസ്യം ഭിന്നത രൂക്ഷമാക്കി. പത്രത്തിൽ നയത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ സംഭവിക്കുന്നുവെന്ന് കാണിച്ച് 18 ഡയറക്ടർമാർ ജിഫ്രി തങ്ങൾക്ക് കത്തും കൈമാറി. പാണക്കാട് കുടുംബത്തെയും ലീഗിനെയും സംഘടനയിലെ ചിലർ തുടർച്ചയായി ആക്രമിക്കുന്നത് പ്രതിരോധിക്കാൻ ലീഗ് അനുകൂല വിഭാഗം സമസ്ത ആദർശ സംരക്ഷണ സമിതി ഉണ്ടാക്കി. ഇവർ വ്യാഴാഴ്ച മലപ്പുറത്ത് വാർത്താ സമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും നേതൃത്വം ഇടപെട്ട് പിന്തിരിപ്പിക്കുകയായിരുന്നു. അടുത്ത മുഷാവറ യോഗം ചേരുന്നതിന് മുൻപ് പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നായിരുന്നു നേതൃത്വത്തിന്റെ ഉറപ്പ്. ഇതിന്റെ ഭാഗമായിരുന്നു ഇന്നത്തെ സമവായ ചർച്ച.